നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസിനെക്കുറിച്ചും ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് ഇലക്ട്രിക്കൽ കൺസെപ്റ്റ്സ് ഓഫ് ഇലക്ട്രിക്കൽ ടേംസ്, ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച ചില ടേംസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക. ശ്രദ്ധിച്ച് കേൾക്കാം. കൺസെപ്റ്റ്സ്, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. നമ്മൾ ഇലക്ട്രിസിറ്റിയെ പറ്റി പറയുമ്പോഴെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് തുടങ്ങിയ വാക്കുകൾ. ദി ഡിഫറൻസ് ഇൻ ദി ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽസ് ഓഫ് ടു ചാർജ്ഡ് ബോഡീസ് ഈസ് കോൾഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിലുള്ള വ്യത്യാസം, രണ്ട് ചാർജ്ഡ് ബോഡികൾ, രണ്ട് ചാർജുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിലുള്ള ഡിഫറൻസിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ ഷോർട്ട് ഫോമിൽ PD എന്ന് പറയുന്നു. രണ്ട് ഇലക്ട്രിക്കലി ചാർജ്ഡ് ബോഡീസ് തമ്മിലുള്ള അതിൻ്റെ ഇലക്ട്രോണുകളുടെ പ്രവാഹമാണല്ലോ ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ ഇലക്ട്രോണുകളാണല്ലോ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ആ ചാർജിൻ്റെ എണ്ണത്തിലുള്ള ഡിഫറൻസ് എന്ന് വിചാരിച്ചാൽ മതി. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിലുള്ള ഡിഫറൻസ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ electrical field is the work done in moving a unit positive charge from the point of lower potential to the point to higher potential. The unit of potential difference is 1 volt, a volt. Potential difference in the unit volt ആണ്. If 1 joule of work is done in transforming 1 coulomb of charge from a point of lower potential to a point of higher potential, അതായത് ഒരു ലോവർ പൊട്ടൻഷ്യലുള്ള ഒരു പൊസിഷനിൽ നിന്ന് ഒരു ചാർജിനെ ഹയർ പൊട്ടൻഷ്യലിലേക്ക് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് ഡൺ 1 ജൂളാണ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ 1 വോൾട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്ക് ഒരു ഇലക്ട്രോണിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ ഫോഴ്സ്. അടുത്തത്, ദ ഇലക്ട്രിക്കൽ പ്രഷർ വിച്ച് സെറ്റ്സ് ദി ഇലക്ട്രോൺസ് ഇൻ മോഷൻ ഈസ് കോൾഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ദാറ്റ് ഈസ് EMF, or in other words, the electrical force required to overcome the resistance of conductor is called electromotive force. അതായത് ഇലക്ട്രിക്കൽ പ്രഷർ വിച്ച് ഈസ് സെറ്റ്സ് ദ ഇലക്ട്രോൺസ് ഇൻ മോഷൻ, ഇലക്ട്രോണുകളെ ചലിച്ചുകൊണ്ടേയിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഫോഴ്സിനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ EMF എന്ന് ഷോർട്ട് ഫോമിൽ സൂചിപ്പിക്കും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദ ഇലക്ട്രിക് ഫോഴ്സ് റിക്വയർഡ് ടു ഓവർകം ദി റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ. ആ ചാലകത്തിൻ്റെ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനുള്ള ഇലക്ട്രോണുകളുടെ ഫോഴ്സിനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഫോർ ഇൻസ്റ്റൻസ്, കെമിക്കൽ റിയാക്ഷൻ കോസസ് ആൻ EMF ഇൻ സെൽ ബാറ്ററി. In such a way, mechanical force causing the conductors to move in the magnetic field set up an EMF in generator. കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് ഒരു ബാറ്ററിയിൽ ഈ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ മെക്കാനിക്കൽ ഫോഴ്സ്, നമ്മൾ യാന്ത്രിക ബലം ഉപയോഗിച്ചാണ് കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യിക്കുന്നതും ആ കണ്ടക്ടറിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതും. അങ്ങനെയാണ് ജനറേറ്ററിലൊക്കെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതും. മെക്കാനിക്കൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യിക്കും. അങ്ങനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇലക്ട്രോണുകളെ പ്രവഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഫോഴ്സിനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഈസ് എ പ്രൈമറി കോസ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സോഴ്സ് ഓഫ് EMF. One is the cause while the other is the effect, but the unit of both is same. അതായത് വോൾട്ട് ആണ്. അതായത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ് പ്രൈമറി കോസ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ് ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിൻ്റെ കാരണം.
രണ്ടാമത്തേത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് പിന്നെ ഉണ്ടാവാനുള്ള കാരണം. ഒന്ന് കാരണവും, വൺ ഈസ് ദ കോസ്, ആദ്യത്തേത് കാരണവും, അതർ ഈസ് ദി എഫക്റ്റ്, രണ്ടാമത്തേത് അതിൻ്റെ എഫക്റ്റുമാണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് കാരണവും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൻ്റെ ഫലവും അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റും ആണ്. അതിൻ്റെ രണ്ടും ൻ്റെയും യൂണിറ്റ് സെയിം തന്നെയാണ്, രണ്ടിൻ്റെയും യൂണിറ്റ് വോൾട്ടാണ്. അത് പറയുമ്പോൾ ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നും പറഞ്ഞെങ്കിലും അത് എഫക്റ്റീവ്ലി നമുക്ക് ഒന്നായിട്ട് തോന്നാം. ഓക്കെ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആ പ്രവാഹത്തിനുള്ള കാരണവും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൻ്റെ എഫക്റ്റും ആണ്. ഓക്കെ, അത്രയും മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും യൂണിറ്റാണ് വോൾട്ട്. ഓക്കെ, ഇനി അടുത്തത് റെസിസ്റ്റൻസ്. The property of a substance which opposes the flow of current is known as resistance. ഒരു വസ്തുവിൻ്റെ property of a substance which opposes the flow of current, ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രവാഹത്തെ പ്രതിരോധിക്കുന്ന വസ്തുക്കളുടെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വൈദ്യുത പ്രവാഹത്തെ പ്രതിരോധിക്കുന്ന, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന വസ്തുക്കളുടെ സ്വഭാവത്തിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയാം. റെസിസ്റ്റൻസ്, ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ദി സിംബൽ ഓം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം. എ വയർ ഈസ് സെഡ് ടു ഹാവ് എ റെസിസ്റ്റൻസ് ഓഫ് 1 ohm if it develops 0.24 calories of heat when 1 ampere current flows through it for 1 second. ഒരു ചാലകത്തിലൂടെ 1 ആംപിയർ കറണ്ട് 1 സെക്കൻഡ് കടത്തിവിടുകയാണെങ്കിൽ അവിടെ 0.24 കലോറി താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ റെസിസ്റ്റൻസ് 1 ഓം ആണെന്ന് പറയാം. 1 ohm, a wire is said to have a resistance of 1 ohm if it develops 0.24 calories of heat when 1 ampere current flows through it for 1 second. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം, കറണ്ടിൻ്റെ പ്രതിരോധം. ഇനി ഇലക്ട്രിക് കറണ്ട്. വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്? ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് കറണ്ട്. തുടർച്ചയായ ഇലക്ട്രോണുകളുടെ തുടർച്ചയായ പ്രവാഹത്തിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ദ യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംപിയർ. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ. ഇലക്ട്രോണുകൾ തുടർച്ചയായി പ്രവഹിക്കുന്നതാണ് കറണ്ട്, അതിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. അപ്പോൾ ഒരു ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കൂളംബ് ഓഫ് ചാർജ് ഈസ് ഈക്വൽ ടു 628 × 10⁻16 ഇലക്ട്രോൺസ്. 1 കൂളംബ് ഒരു ചാർജിൻ്റെ യൂണിറ്റാണ് 1 കൂളംബ് എന്ന് പറയുന്നത്. 628 × 10⁻16 ഇലക്ട്രോണുകൾ ആണ് 1 കൂളംബ് എന്ന് പറയുന്നത്. 1 ampere current is said to flow through a wire if 1 coulomb of charge flows per second through any section of wire. ഒരു വയറിൻ്റെ, ഒരു കേബിളിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ ഒരു സെക്ഷനിലൂടെ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു പോയിന്റിൽ, ഒരു പോയിന്റ് ഓഫ് സെക്ഷൻ, ഇൻ്റർസെക്ഷനിലൂടെ 1 സെക്കൻഡിൽ 1 കൂളംബ് ചാർജ് കടന്നു പോവുകയാണെങ്കിൽ അതിന് ഒരു 1 ആംപിയർ കറണ്ട് എന്ന് പറയും. 1 സെക്കൻഡിൽ 1 കൂളംബ് ചാർജ് ഒരു സെക്ഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിന് 1 ആംപിയർ കറണ്ട് എന്ന് പറയും. എന്താണ് ഒരു കൂളംബ്? 628 × 10⁻16 10⁻16 ഇലക്ട്രോൺസ്. അപ്പോൾ അത് ചെറിയ സംഖ്യ ആയിരിക്കുമല്ലോ അല്ലേ? 628 ഇട്ടിട്ട് 16 പൂജ്യം ഇടുന്നത്. അത്രയും ഇലക്ട്രോണുകൾ ഒരു പോയിന്റിലൂടെ 1 സെക്കൻഡിൽ കടന്നു പോകുമ്പോഴാണ് 1 ആംപിയർ കറണ്ട് കടന്നുപോയി, അല്ലെങ്കിൽ 1 ആംപിയർ കറണ്ട് ഉണ്ട് എന്ന് നമ്മൾ പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകൾ വളരെ ചെറിയ കണങ്ങളാണ്, ആ കണങ്ങളുടെ എണ്ണം ഒരു വലിയൊരു സംഖ്യയാണ്. ഓക്കെ, 628 × 10⁻16 ഇലക്ട്രോൺസ് ഒരു പോയിന്റിലൂടെ, അതിനെ അത്ര ഇലക്ട്രോൺസിനെയാണ് ഒരു കൂളംബ് എന്ന് പറയുന്നത്. അതൊരു പോയിന്റിലൂടെ 1 സെക്കൻഡിൽ കടന്നു പോകുമ്പോൾ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്തു എന്ന് പറയാം. ഇനി പവർ. Power is the rate of doing work. The rate of work is called power. പ്രവൃത്തിയുടെ നിരക്കിനെയാണ്
പവർ എന്ന് പറയുന്നത്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് വാട്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഇൻ എ സർക്യൂട്ട് വിത്ത് 1 volt പ്രഷർ ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ്ഡ് റെപ്രസെൻറ്റ്സ് 1 watt ഓഫ് പവർ. പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. ഇറ്റ് യൂണിറ്റ് ഈസ് വാട്ട്. അതിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഒരു സർക്യൂട്ടിൽ 1 വോൾട്ട് പ്രഷർ, അതായത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിൻ്റെയൊക്കെ യൂണിറ്റാണ് വോൾട്ട്. 1 volt പ്രഷറിൽ ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ്ഡ് റെപ്രസെൻറ്റ്സ് 1 watt ഓഫ് പവർ. അത് 1 volt കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ കടന്നു പോകുന്ന ഒരു ഓം റെസിസ്റ്റൻസും ആണെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന അവിടെ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ് 1 watt പവർ എന്ന് പറയുന്നത്. അത് നോക്കണ്ട, ഇപ്പം 1 watt എന്താണ് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇലക്ട്രിക്കൽ ടേംസ് അടുത്ത ഭാഗം ഈസ് കോൾഡ് പവർ. പവർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം സർക്യൂട്ട് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ കറണ്ട്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. If voltage is V and current I, then the power is equal to P is equal to V into I watts. Power is equal to voltage into current. അത്രയേ ഉള്ളൂ. പവർ സമം വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ കറണ്ട്. ഇനി വോൾട്ടേജ് നമ്മൾ ആദ്യം എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, റെസിസ്റ്റൻസ്, പവർ. ഇതിനെ പറ്റി വോൾട്ട് എന്തിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് യൂണിറ്റാണ് വോൾട്ട് എന്ന് പറയുന്നത്. ഇതിന് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് ദ EMF ഓഫ് ആൻ ഇലക്ട്രിക് സോഴ്സ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് volt and its symbol is V. The voltage is classified as follows. The EMF of an electrical source or potential difference is volt. അതങ്ങനെയല്ല. The unit of electrical source or potential difference ആണ് വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെയും യൂണിറ്റാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പലാണ് വി. ദ വോൾട്ടേജ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. വോൾട്ടേജ് പല കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ പല സ്റ്റെപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് അപ് ടു 250 volt, 250 volt വരെയുള്ളതിനെ ലോ വോൾട്ടേജ് എന്നും, മീഡിയം വോൾട്ടേജ് 250 volt to 650 volt, ഹൈ വോൾട്ടേജ് 650 volt to 11,000 volt. 650 volt മുതൽ 11,000 volt വരെയുള്ളതിനെ ഹൈ വോൾട്ടേജ് എന്ന് പറയും. 11 kV അല്ലേ? 11,000 volt എന്ന് പറയുന്നത് 11/1000, 11 കിലോ വോൾട്ട്, 11 കിലോ വോൾട്ട് വരെയാണ് ഉള്ളതാണ് ഹൈ വോൾട്ടേജ്. ഇനി എക്സ്ട്രാ ഹൈ വോൾട്ടേജ് 11,000 volts to 220 kilowatts, 11,000 മുതൽ 220 കിലോ വോൾട്ട് വരെയുള്ളതിനെയാണ് എക്സ്ട്രാ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇപ്പോഴൊക്കെയാണ് വരുന്നത് ഓരോരുത്തർ. അപ്പോൾ പിന്നെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ KSEB ഇതൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ലോ വോൾട്ടേജ്, നമ്മുടെ വീടുകളിലൊക്കെ കണക്ഷൻ ലോ വോൾട്ടേജ് കണക്ഷനാണ്. മീഡിയം വോൾട്ടേജ് 250 മുതൽ 650 വോൾട്ട് വരെ, 3 phase കണക്ഷനൊക്കെ വരുന്നിടത്ത് അത്രയും വോൾട്ടേജാണ് വരുന്നത്. പിന്നെ നമ്മൾ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 11 kV, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈനിന് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന ഏറ്റവും മുകളിലുള്ള 3 ലൈന് 11 kV ലൈനാണ്. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ ട്രാൻസ്മിഷൻ പവർ ഹൗസുകളിൽ നിന്നും സബ്സ്റ്റേഷനിലേക്ക് പിന്നെ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ആണ് 11,000 മുതൽ 11,000 വോൾട്ട് എന്ന് വെച്ചാൽ 11 കിലോ വോൾട്ട് ആയിക്കോട്ടെ അവിടെ കേട്ടോ 11
കെ വി മുതൽ 220 kV വരെയുള്ള വോൾട്ടേജിനാണ് എക്സ്ട്രാ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഒക്കെ ചിലപ്പം ചോദിക്കാം ഏതാണ് മീഡിയം വോൾട്ടേജ് ഇത്ര മുതൽ ഇത്ര വരെ. അപ്പോൾ അത് ഒക്കെ ഓർത്തിരിക്കാം. ഇനി അടുത്തതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഈ കറണ്ട് വോൾട്ടേജ് റെസിസ്റ്റൻസ് ഇതിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഓംസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. There is a definite relation between the current, voltage and resistance. കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് എന്നിവ തമ്മിൽ ഒരു കൃത്യമായ ബന്ധം അല്ലെങ്കിൽ ഒരു കണക്ഷൻ, ഒരു റിലേഷൻ ഉണ്ട്. ദ റിലേഷൻ വാസ് പ്രസൻറ്റഡ് ബൈ ദി സയൻറ്റിസ്റ്റ് മിസ്റ്റർ ഓം ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഓംസ് ലോ. ഇത് ഈ റിലേഷൻ കണ്ടുപിടിച്ച് പ്രസൻറ്റ് ചെയ്തത് ഓം എന്ന ശാസ്ത്രജ്ഞനാണ്. അതിനെ ഓംസ് ലോ എന്ന്, അതുകൊണ്ട് അതിനെ ഓംസ് ലോ എന്ന് പറയുന്നു. എവിടേക്ക് 10:30 ആകുമ്പോഴത്തേനും ഒരുത്തനൊക്കെ വരും. ഓക്കെ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ് അക്രോസ് എ റെസിസ്റ്റർ ഹാസ് എ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ വിത്ത് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ if the temperature and other physical conditions are kept constant. Potential difference developed across a resistor has a difference to proportion with the current. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടുമായിട്ട് ഒരു നിശ്ചിത അനുപാതത്തിലായിരിക്കും. ആ ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ ഒരു ലോഡിലൂടെ കടന്നു പോകുന്ന കറണ്ടും അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഒരു നിശ്ചിത അനുപാതത്തിലായിരിക്കും. അതെങ്ങനെയാണ് അതിൻ്റെ അനുപാതം? ഒന്ന് നേർ അനുപാതത്തിലും ഒന്ന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അതായത് കറണ്ട് passing through a conductor is directly proportional to voltage and inversely proportional to resistance. എങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻസ് ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ഭൗതിക ടെമ്പറേച്ചർ ആൻഡ് അതർ ഫിസിക്കൽ കണ്ടീഷൻസ് ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. എപ്പോഴാണ് ആയിരിക്കണം? അതിൻ്റെ ആ ചാലകത്തിൻ്റെ ടെമ്പറേച്ചറും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും മാറ്റം വരാതിരിക്കുകയാണെങ്കിൽ ഈ കറണ്ടും റെസിസ്റ്റൻസും വോൾട്ടേജും തമ്മിലൊരു നിശ്ചിത കണക്ഷൻ, ഒരു റിലേഷൻ ഉണ്ട്. അതൊന്നുകൂടെ പറയാം. ഇൻ അതർ വേർഡ്സ്, ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ റെസിസ്റ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി EMF or the voltage applied, EMF or the voltage applied, and is inversely proportional to the resistance. എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ എ റെസിസ്റ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഓർ ദി വോൾട്ടേജ് അപ്ലൈഡ്, ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ് ഇഫ് ദ ടെമ്പറേച്ചർ ആൻഡ് അതർ കണ്ടീഷൻസ് ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ഒരു ചാലകത്തിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഫ്ലോയിങ് ത്രൂ എ റെസിസ്റ്റർ, ഒരു റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, നേർ അനുപാതത്തിലായിരിക്കും. എന്തുമായിട്ട്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജുമായിട്ട് നേർ അനുപാതത്തിലായിരിക്കും. അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, വിപരീത അനുപാതത്തിലായിരിക്കും. എന്തുമായിട്ട്? ദി റെസിസ്റ്റൻസ്, അതിൻ്റെ പ്രതിരോധവുമായിട്ട് വിപരീത അനുപാതത്തിലായിരിക്കും. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ ടെമ്പറേച്ചർ, അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഇഫ് ദ ടെമ്പറേച്ചർ ആൻഡ് അതർ കണ്ടീഷൻസ് ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ഇതിൻ്റെ ആ ചാലകത്തിൻ്റെ ടെമ്പറേച്ചറും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ, കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ രക്തചുരുക്കം. ഓംസ് ലോ സ്റ്റേറ്റ് ദാറ്റ് കറണ്ട് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. വോൾട്ടേജിന് നേർ അനുപാതത്തിലും, കറണ്ട് ഒരു ചാലകത്തിലൂടെ കടന്നു പോകുന്ന കറണ്ട് വോൾട്ടേജിന് നേർ അനുപാതത്തിലും റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അപ്പോൾ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട്, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കൂടും. റെസിസ്റ്റൻസ് കൂടുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന കറണ്ട് കുറയും. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും, റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ്. പ്രതിരോധം വരുമ്പോൾ കറണ്ട്, പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് കുറയും. വോൾട്ടേജ് കൂടുമ്പം, അതായത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ആ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട്, പാസ് ചെയ്യുന്ന കറണ്ട് കൂടും. where I സമം V by R. I is proportional to V, I is proportional, inversely proportional to R. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുമ്പം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by R ആണ്. അതിൽ നിന്ന് നമുക്ക് ഈ ഫോർമുല കിട്ടും. I സമം V by R. കറണ്ട് സമം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. I
current in amperes, V, voltage in volts, R, resistance in ohms. I സമം V by R. Okay, power is equal to വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. നമ്മൾ മുമ്പേ ഒരു ഫോർമുല പഠിച്ചു. പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അതുപോലെ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഇതിൽ നിന്ന് നമുക്ക് 3 തരത്തിൽ നമുക്ക് ഇതിനെഴുതാം. വി സമം ഐ ഇൻറ്റു ആർ, ആർ സമം വി ബൈ ഐ എന്നും എഴുതാം അല്ലേ. ഐ സമം വി ബൈ ആർ ആണെങ്കിൽ വി സമം ഐ ഇൻറ്റു ആർ, ആർ സമം വി ബൈ ഐ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് മറ്റ് 2 ക്വാണ്ടിറ്റികൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഏതാനും ഒരു സിമ്പിൾ സർക്യൂട്ട് വിത്ത് റെസിസ്റ്റർ. ഒരു സർക്യൂട്ട്, ആ സർക്യൂട്ടിനെ പറ്റി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രം ഒരു സർക്യൂട്ട്. എന്താണ് സർക്യൂട്ട്? ദ പാത്ത് ത്രൂ വിച്ച് ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ്സ് ഇറ്റ് ജേർണി ഈസ് കോൾഡ് സർക്യൂട്ട്. വൈദ്യുതി അതിൻ്റെ സഞ്ചാരം പൂർത്തിയാക്കുന്ന ആ പാതയെയാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. 2 തരം സർക്യൂട്ടുണ്ട്, അത് പിന്നീട് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ക്ലോസ്ഡ് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും. വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്ത് അത് വൈദ്യുതി പോസിറ്റീവിൽ നിന്ന് പുറപ്പെട്ട് നെഗറ്റീവിൽ എത്തുന്നുവെങ്കിൽ അത് ക്ലോസ്ഡ് സർക്യൂട്ടെന്നും, ഇടയ്ക്ക് സ്വിച്ച് ഓഫോ അല്ലെങ്കിൽ ഫ്യൂസ് കത്തിപ്പോവോ എന്തെങ്കിലും ചെയ്താൽ അതിൽ കറണ്ട് ഉണ്ട് പക്ഷേ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നില്ല, അങ്ങനെയുള്ളതിന് ഓപ്പൺ സർക്യൂട്ടെന്നും പറയും. അപ്പോൾ സർക്യൂട്ടിൽ അത്യാവശ്യമായിട്ട് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സോഴ്സ് വേണം. അത് ചിലപ്പം ബാറ്ററി ആവാം, നമ്മുടെ എക്സ്റ്റേണൽ പവർ സപ്ലൈ ആവാം, ജനറേറ്റർ ആവാം, അങ്ങനെ സോളാർ സെല്ലോ അങ്ങനെ എന്തെങ്കിലും ആവാം. വോൾട്ടേജ് പ്രൊഡ്യൂസർ. അതുപോലെ ചാലകം, വൈദ്യുതി കടത്തിവിടുന്ന ചാലകം, കണ്ടക്ടർ. ആൻഡ് ദർ മസ്റ്റ് ബി എ ഇലക്ട്രിസിറ്റി കൺസ്യൂമർ. ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന ഒരു ഉപകരണം എന്തെങ്കിലും ആവാം. ഇലക്ട്രിക്കൽ ബൾബോ മോട്ടറോ ഫ്രിഡ്ജോ എ സിയോ അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് എക്യുപ്മെൻസോ എന്തോ ആവാം. അത് ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ ഇലക്ട്രിസിറ്റി കൺസ്യൂമറാണത്. ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന ഉപകരണം. ഈ 3 കാര്യങ്ങൾ. പിന്നെ ഉണ്ടാവാം സ്വിച്ച്, അതിനെ കൺട്രോളർ എന്ന് പറയും. സ്വിച്ച് ഒരു സർക്യൂട്ടിൽ എന്തൊക്കെയാണ്? സോഴ്സ്, കാരിയർ അല്ലെങ്കിൽ കണ്ടക്ടർ, കൺട്രോളർ, സ്വിച്ച്, അതുപോലെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ല ലോഡ്. ഈ 4 സംഗതികളാണ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലുള്ളത്. എപ്പോഴും ഒരു ലോഡിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു റെസിസ്റ്റർ, ഒരു റെസിസ്റ്റൻസ്, ഒരു പ്രതിരോധം, ഒരു ബൾബിലൂടെ പ്രതിരോധം ഉള്ളതുകൊണ്ടാണ് അവിടെ ബൾബ് കത്തി പ്രകാശം കിട്ടുന്നത്. അപ്പോൾ ആ ലോഡിനെ നമ്മൾ എപ്പോഴും ഒരു റെസിസ്റ്ററിൻ്റെ സിമ്പൽ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ചെറിയ 1-2 പ്രോബ്ലംസ്. ഐ സമം വി ബൈ ആർ എന്നുള്ള ആ ഫോർമുലയിൽ അധിഷ്ഠിതമായ ചില പ്രോബ്ലംസ് ആണ്. ഇഫ് എ കറണ്ട് ഓഫ് 0.75 ആംപിയർ പാസസ് ത്രൂ എ റെസിസ്റ്റൻസ് ഓഫ് 80 ohms, വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദി റെസിസ്റ്റൻസ്? 0.75 ആംപിയർ ഒരു റെസിസ്റ്റൻസിലൂടെ 80 ഓം ഉള്ള ഒരു റെസിസ്റ്റൻസിലൂടെ 0.75 ആംപിയർ കടന്നു പോകുന്നു. അപ്പോൾ അവിടെ എത്രയായിരിക്കും വോൾട്ടേജ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഐ സമം വി ബൈ ആർ ആണെങ്കിൽ വി സമം ഐ ഇൻറ്റു ആർ. വോൾട്ടേജ് സമം കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. കറണ്ട് 0.75, റെസിസ്റ്റൻസ് 80, അത് നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ 60 വോൾട്ട്. അപ്പോൾ വോൾട്ടേജ് എത്രയാണ്? 60 വോൾട്ട്. രണ്ടാമത്തെ ചോദ്യം, ഇഫ് എ കറണ്ട് ഓഫ് 11.5 ആംപിയേഴ്സ് പാസസ് അക്രോസ് എ സപ്ലൈ ഓഫ് 380 വോൾട്ട്, ഫൈൻഡ് ഔട്ട് ദി റെസിസ്റ്റൻസ്. ഒരു ചാലകത്തിലൂടെ 11.5 ആംപിയർ കറണ്ട് അല്ലെങ്കിൽ ഒരു ഉപകരണത്തിലൂടെ 11.5 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നു. പാസ് അക്രോസ് എ സപ്ലൈ ഓഫ് 380 വോൾട്ട്, 380 വോൾട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു. പവർ സപ്ലൈ വോൾട്ടേജ് 380, കറണ്ട് 11.5 ആംപിയർ. അപ്പോൾ ആ ചാലകത്തിൻ്റെ അല്ലെങ്കിൽ ആ ലോഡിൻ്റെ റെസിസ്റ്റൻസ് എത്ര? റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ കറണ്ട്. ആർ ഇവിടെ വരുമ്പോൾ ഐ താഴെ വരും. ആർ ഈസ് ഈക്വൽ ടു വോൾട്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അറിയാമല്ലോ. വി ഇൻറ്റു 1 സമം ഐ ഇൻറ്റു ആർ. ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ.
അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ കറണ്ട്. അതായത് വോൾട്ടേജ് 380, കറണ്ട് 11.5 ആംപിയർ, റെസിസ്റ്റൻസ് ഈക്വൽ ടു 33.04 ഓംസ്. മറ്റൊരു ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആർ ഈസ് ഈക്വൽ ടു 25 കിലോ ഓം, സപ്ലൈ വോൾട്ടേജ് 220 വോൾട്ട്, കറണ്ട് എത്രയാണ്? ആർ ഈസ് ഈക്വൽ ടു 25 കിലോ ഓം, അപ്പോൾ 25,000 ഓം, സപ്ലൈ 220 വോൾട്ട്, കറണ്ട് എത്രയാണ്? ഐ സമം വി ബൈ ആർ. ഐ കറണ്ട് ഐ സമം വോൾട്ടേജ് 220 ബൈ 25,000, 25 ബൈ 220 വി വോൾട്ടേജ് ബൈ 25,000. അത് ഹരിച്ച് കിട്ടുമ്പോൾ 220 25,000 കൊണ്ട് ഹരിച്ച ഒരു ദശാംശസംഖ്യ ആയിരിക്കും കിട്ടുക. അത് ആംബിയറിലാണ്. നമുക്ക് കറണ്ട് എത്രയാണ്? മില്ലി ആംബിയറിലാണ് കാണേണ്ടത്. അപ്പോൾ എത്രയാണ് മില്ലി എന്ന് പറയുമ്പം എത്രയാണ്? 1000-1 ആംബിയറിൻ്റെ 1000-1. കിലോ എന്ന് പറഞ്ഞാൽ 1000 മടങ്ങ്. മില്ലി ലിറ്റർ, 1000 മില്ലി ലിറ്റർ ഒരു ലിറ്റർ. ഓക്കെ. അപ്പോൾ മീറ്ററിൻ്റെ 1000-1. മില്ലി എന്ന് പറയുമ്പോൾ 1000 കൊണ്ട് 1000-1. അപ്പോൾ 1000-1 ആക്കണമെങ്കിൽ ഈ ആംബിയറിനെ എത്ര ആംബിയറാണ് അതിനെ 1000 കൊണ്ട് ഗുണിക്കണം. ഇവിടെ ചെയ്തിട്ടുണ്ട്, നോക്കാം. വോൾട്ടേജ് 220 ബൈ 25,000, 8.8 ഇൻറ്റു 10⁻³ അത് 8.8 ബൈ 1000 എന്ന് കിട്ടും. അപ്പോൾ അതായത് 8.8 മില്ലി ആംബിയർ. ഹരിച്ചു കഴിയുമ്പോൾ 8.8. നിങ്ങളിത് കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.0088 എന്ന് കിട്ടും. 0088നെ 1000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 8.8 മില്ലി ആംബിയർ എന്ന് കിട്ടും. 1 ആംബിയർ 1000 മില്ലി ആംബിയർ. അപ്പോൾ ഇത് 8.8 ഇൻറ്റു 10⁻³ ആംബിയർ മില്ലി ആംബിയർ ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈഡ് ബൈ 1000. 1 ആംബിയർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ആംബിയർ. ഇത്രയും ആംബിയർ ആണ്. 25,000, 2,500 അല്ല, 25,000. 25 കിലോ ഓം എന്നാണ് ചോദ്യം. 25 കിലോ ഓം. റെസിസ്റ്റൻസ് ആസ് ഈക്വൽ ടു 25 കിലോ ഓം. ഒരു 1 കിലോ മീൻസ് 1000. 25,000 ഓം. ഐ സമം വി ബൈ ആർ. അത് ഐ ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻ ആംബിയർ, വി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻ വോൾട്ട്, ആർ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇൻ ഓം. നമ്മൾ മുമ്പേ പഠിച്ചു. ഐ സമം വി ബി ആർ എന്നുള്ള ഫോർമുലയിൽ അതാണ്. ഈ വെറുതെ ഈ ലെറ്റേഴ്സ് മാത്രം ഓർത്ത് വെച്ചാൽ പോരാ, അതിൻ്റെ യൂണിറ്റും കൂടി ഓർക്കണം. ഐ സമം കറണ്ട് ഇൻ ആംബിയർ, വി സമം വോൾട്ടേജ് ഇൻ വോൾട്ട്സ്, ആർ സമം റെസിസ്റ്റൻസ് ഇൻ ഓം. ഇതാണ് ഫോർമുല. ഓക്കെ. അപ്പോൾ ഇത് കിലോ ഓമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനെ കിലോ ഓമിനെ നമ്മൾ ഓമിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. 220 ബൈ 25,000. അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നിരിക്കുന്ന വില എടുത്ത് അങ്ങോട്ട് എഴുതും. അങ്ങനെ ചെയ്യരുത്, അപ്പോൾ തെറ്റിപ്പോവും. എപ്പോഴും യൂണിറ്റിനെ കുറിച്ചുള്ള ബോധേടായിരിക്കണം. നിങ്ങൾ യൂണിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എല്ലാം ഒരു സിസ്റ്റത്തിലായിരിക്കണം. അതായത് MKS സിസ്റ്റം എന്ന് പറഞ്ഞാൽ മീറ്ററിന് മാസിൻ്റെയും ടൈമിൻ്റെയും ക്വാണ്ടിറ്റികളുണ്ടെങ്കിൽ മാസ് കിലോഗ്രാമിലും ലെങ്ത് മീറ്ററിലും ടൈം സെക്കൻഡിലും ആയിരിക്കും. അത് KGS സിസ്റ്റം അല്ലെങ്കിൽ MKS സിസ്റ്റം അല്ലെങ്കിൽ CGS സിസ്റ്റത്തിലായിരിക്കണം. അപ്പോൾ ആ യൂണിറ്റ് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ. അപ്പോൾ അവിടെയാണ് 8.8 മില്ലി. ആൻസർ ചോദിച്ചിരിക്കുന്നത് മില്ലി ആംബിയറിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കറണ്ട് എത്ര മില്ലി ആംബിയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആംബിയറിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് 8.8 ഇൻറ്റു 10⁻³ അല്ലെങ്കിൽ 8.8 ബൈ 1000 ആംബിയറാണ്. ഇവിടെ കിട്ടുന്ന ആൻസർ കിട്ടുന്ന ആംബിയറാണ്. അതിനെ 1000 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ മില്ലി ആംബിയർ ആവും. ഓക്കെ. ഒരു ലിറ്ററിന് ഒരു ആംബിയറിന് എത്ര മില്ലി ആംബിയറാണ്? 1000 ആണ്. അപ്പോൾ 8.8 ഇൻറ്റു 10⁻³ 1000 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 8.8 മില്ലി ആംബിയേഴ്സ്. 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. 10⁻³ ഇൻറ്റു 10⁻³ അത്
1 ആയി പോകും. അല്ലെങ്കിൽ 10⁻³ 10⁻³ എന്ന് പറയുമ്പോൾ അത് 8.8/10⁻³ ആണ്. അപ്പോൾ മുകളിലും താഴെയും 10⁻³ വരുമ്പോൾ അത് ക്യാൻസലായി പോകും. അപ്പോൾ 8.8 മില്ലി ആംപിയർ എന്നാണ് വരിക. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് മറന്നുപോയോ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഫ്രാക്ഷൻസ് ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഡെസിമൽ ഫ്രാക്ഷൻ്റെ അകത്തൊക്കെ നമ്മൾ പഠിച്ചതാണ്. അല്ലെങ്കിൽ ആ ചാപ്റ്റർ ഒന്നുകൂടെ നോക്കുക. ദശാംശ സംഖ്യകളും ഇതിനെക്കുറിച്ചുള്ള അതൊക്കെ അറിയത്തില്ലെങ്കിൽ കണക്ക് ചെയ്യുമ്പോൾ എല്ലാം തെറ്റിപ്പോവും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ബൾബ് കൊടുത്തിരിക്കുന്നു, വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നു, കറണ്ട് 0.455 ആംപിയർ, ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസ് 484 ഓംസ്, യു സമം ഡാഷ് വോൾട്ട്. കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് സമം കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. വോൾട്ടേജ് സമം കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. കറണ്ട് 0.455 ഇൻറ്റു റെസിസ്റ്റൻസ് 484 ഓം. ഇതെല്ലാം ഒരേ സെയിം യൂണിറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 220.22 വോൾട്ട് ആണ് ഇവിടെ സപ്ലൈ വോൾട്ടേജ്. അതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇന്ന് ഇത്രയും മതി. വീഡിയോ ആക്കി ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാം. ഇതിലൊരു 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ താഴെ ഇടും. നിങ്ങളത് ആൻസർ ചെയ്ത് ഗ്രൂപ്പിലിടുക കേട്ടോ. ഓക്കെ, യൂട്യൂബിൽ ഇടണേ. ആ